ഹായ് ഹലോ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എഗ് റൈസാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം അതിലേക്ക് കറുകപ്പട്ട, ഗ്രാമ്പു, പെരിഞ്ചീരകം, ഏലക്ക, ജാതിപത്രിയുടെ ഇല എല്ലാം കൂടെ കൂട്ടിയിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒന്ന് മൂപ്പായതിനു ശേഷം അതിലേക്ക് ബിരിയാണി റൈസാണ് കേട്ടോ. ചെറിയ ടൈപ്പ് റൈസാണ്. ഏകദേശം ഒരു 10-20 മിനിറ്റ് ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം നമ്മളിതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട് പോവുകയാണ്. റൈസും കൂടെ കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ട് ഒരു 3-4 മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും ഉപ്പും കൂടെ ചേർത്തിട്ട് അതൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു 10 മിനിറ്റിൻ്റെ അടുത്തോളം നമ്മൾ ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കുന്നുണ്ട്. ഒരു 1/4 വേവാകുമ്പോഴേക്കും അത് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അതൊന്ന് ആ വെള്ളം ഒന്ന് ഊറ്റി ഒരു അരിപ്പയിലോട്ട് മാറ്റുന്നുണ്ട്. റൈസ് അങ്ങനെ റെഡി ആയതിനു ശേഷം അതിലേക്ക് ആ ഒരു പാത്രത്തിൽ തന്നെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ക്യാരറ്റും ബീൻസും കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ആ ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം അതിലേക്ക് മുട്ടയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കാടമുട്ടയാണ് ഒരു 10 ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് വീണ്ടും അതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതൊന്ന് വഴണ്ടി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന റൈസ് ഉണ്ട് കേട്ടോ, വെള്ളം പോകാനായിട്ട് മാറ്റി വെച്ച റൈസ്, അതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ റൈസും കൂടെ ഇട്ടതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ ചിക്കി എടുക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാപ്സിക്കം, അതുപോലെ തന്നെ സവാള, പിന്നെ കാഷ്യൂ, ഇതൊക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഇത്ര ഐറ്റംസാണ് ചേർത്തിരിക്കുന്നത്. ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഈ ഒരു രീതിയിലാണ് നമ്മുടെ റൈസ് വന്നിട്ടുണ്ടായിരുന്നത്. നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. അന്നധികം ഒട്ടിപ്പിടിക്കുന്ന ടൈപ്പും രീതിയിലല്ല വന്നിരിക്കുന്നത്. നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ് കേട്ടോ ഇത്. അപ്പോൾ അതങ്ങനെ റിച്ചൂടിനും തന്മയുടെയും കൂടിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കണമാണ് കേട്ടോ. റിച്ചൂടും തന്മയ്ക്ക് വാരി കൊടുക്കുകയാണ്. ഇതിൽ പ്രത്യേകിച്ച് അങ്ങനെ എരിവൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഡിഷാണിത്. നമുക്കിതിൻ്റെ സൈഡായിട്ട് വേണമെങ്കിൽ ഒരു പപ്പടവും അതുപോലെ തന്നെ കച്ചമ്പറുകളും വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ.